നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നടക്കരുതേ, തരികിടയൊന്നും ചെയ്യരുതേ. കാത്തിരുന്ന് മുഷിഞ്ഞോ? മുഷിയാനെന്താ? കാണാൻ വന്നിരിക്കുന്നത് തുണികളാണോ? അതല്ല ബിലി ഞാൻ ഉദ്ദേശിച്ചത്. ബോറടിച്ചോ എന്ന അർത്ഥത്തിലാ ചോദിച്ചത്. ഓ, മുഷിഞ്ഞോ എന്നതിന്റെ ഇംഗ്ലീഷ് ബോറടിച്ചോ എന്നാണോ? ഞാൻ തോറ്റു. നമുക്ക് പതിവ് പോലെ തുടങ്ങാം. ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. ജീവിതത്തിന്റെ നേർക്കാഴ്ചകളാണ് കഥകൾ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാവോ? ജീവിതത്തിലെ സംഭവങ്ങളുടെ ചിത്രീകരണം മാത്രമല്ല, നേരിന്റെ കാഴ്ചകൾ കാണിക്കുന്നതാണ് ഓരോ കഥകളും. അതുകൊണ്ട് തന്നെ നമ്മുടെ കഥാവേള ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ദിസ് ഈസ് ദ ടൈം ഫോർ കാട്ടിലെ കൂട്ടുകാർ. നീ ഭക്ഷണം കഴിച്ചോ? കഴിച്ചമ്മേ. സൂക്ഷിച്ചു പോണേ. ഓ ശരി മോനെ, ഉച്ചയ്ക്ക് കഴിക്കാൻ ചോറെടുത്തോ? ഓ അതെടുക്കാൻ മറന്നു. ഞാൻ പോവാമ്മേ. ശരി മോനെ. കട്ടി കട്ടി ഈ പൂക്കാമരത്തിൽ പട്ടും മൂളി വന്നോ, ഞാലിപ്പൂവമ്പഴത്തോട്ടം തന്നിൽ ആകെ നിറഞ്ഞോ, ആകെ നിറഞ്ഞോ. കാറ്റേ കാറ്റേ ഈ പൂക്കാമരത്തിൽ പട്ടും മൂളി വന്നോ. വലിയ സന്തോഷത്തിലാണല്ലോ. ഇല്ലാതെ സന്തോഷമില്ലാത്ത ദിവസം അതെനിക്കുണ്ടോ മോട്ടു? അതെന്താ കപിൽ? ക്യാഷ് കണ്ടമാനമല്ലേ, പിന്നെ ടെൻഷൻ അടിക്കണം ഗംഭീർ. കപിലിന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് എപ്പോഴാ വരുന്നേ? അച്ഛൻ എപ്പ വേണമെങ്കിലും വന്നോട്ടെ, പക്ഷെ ക്യാഷ് അതെനിക്ക് വന്നുകൊണ്ടേയിരിക്കണം. പൈസ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാൻ നിന്റെ അമ്മ സമ്മതിക്കോ? എനിക്ക് വേണ്ട പണം അമ്മയാ തരുന്നത്. പൈസ കൊണ്ട് കളിക്കുമ്പോ നമ്മൾ കുട്ടികളെ സൂക്ഷിക്കണം. അത് ശരിയാ കപിൽ. ദേ ഈ മുട്ടുമയൽ പറഞ്ഞതിൽ കാര്യമുണ്ട്. പീരിത്തത്തെ എന്നെ നോക്കാൻ എനിക്കറിയാം, മനസ്സിലായി? നിങ്ങൾ വാ, അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല, സ്കൂളിൽ വൈകും. കയ്യിലെന്താ ഒരു പൊതി? ഓ ഇതോ, ഇത് ഉച്ചക്ക് കഴിക്കാനുള്ള ചോറ്. അതിന് കപിൽ സ്കൂളിൽ ചോറ് കൊണ്ടുവരാറില്ലല്ലോ. വീട്ടിൽ നിന്ന് കൊണ്ടുപോരും, വഴിക്ക് കളയും. എന്താ കപിൽ, വഴിക്ക് കളയുന്നോ? അതേ മോട്ടു, എനിക്ക് ചോറൊന്നും ഉച്ചക്ക് കഴിക്കാൻ ഇഷ്ടമില്ല. പിന്നെ ഈ ബർഗർ പോലുള്ളത് അതാ എനിക്കിഷ്ടം. ബർഗർ പീരിത്തത്തിക്ക് മനസ്സിലാവില്ല. കേശറിയണം, എങ്കിലേ അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റൂ. എന്റെ കപിലേ, ബർഗർ കഴിച്ച് കഴിഞ്ഞ ദിവസം കുറെ പേർ അസുഖമായിട്ട് ആശുപത്രി കിടന്നത് നീ പത്രത്തിൽ വായിച്ചില്ലേ? ഓ പിന്നെ അത് ഞാൻ സഹിച്ചോളാം. ഒരു അയ്യോ, ഇതെന്തായി കാണിച്ചേ? നീ ചെയ്യുന്നത് പാപമാണ്. കപിലിന്റെ അമ്മ കഷ്ടപ്പെട്ട് ചോറ് പൊതിഞ്ഞ് തന്നിട്ട് അത് തിന്നാതെ കളയുന്നത് തെറ്റാ. ഞാനതങ്ങ് സഹിച്ചു. എന്ത് പറഞ്ഞാലും അമ്മ കേൾക്കില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഈശ്വര, ഇവനെന്തായി കാണിച്ചത്? ഭക്ഷണം കളയുന്നോ കപിൽ? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഭിക്ഷയാചിക്കുന്ന എത്ര ആളുകൾ ഈ ലോകത്തുണ്ട്. ഉള്ളവനെ ഇല്ലാത്തവന്റെ വേദന മനസ്സിലാവില്ല. നിങ്ങൾ വരുന്നെങ്കിൽ വാ, സ്കൂളിൽ ബെല്ലടിക്കും. കപിൽ,
ആ ചോറ് പൊതി എടുക്കുന്നില്ലേ? അതവിടെ കിടക്കട്ടെ. എനിക്ക് വേണ്ടത് ബേക്കറിയിൽ തയ്യാറാക്കുന്നുണ്ട്. വാ, നമുക്ക് നടക്കാം. ഇത് തെറ്റാട്ടോ. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമസ്കാരം, സാർ. നമസ്കാരം നമസ്കാരം. ഇരിക്കോ. മോട്ടുമൊയൽ, ഹാജർ സാർ. കീലിത്തത്ത, പ്രസന്റ് സാർ. കപിൽ കുരങ്ങ് വന്നിട്ടില്ലേ? കിട്ടുകിടുവാ. പ്രസന്റ് സാർ. ഇന്ന് നമ്മുടെ വിഷയം ആരോഗ്യമാണ്. ആരോഗ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം. അധികമായാൽ അമൃതും വിഷം. May I come in, sir? യെസ്, കമീൻ. എന്താ എന്താ വൈകിയത്? അത് പിന്നെ അത് ആ, ഞാൻ കാര്യം പറയൂ. അമ്മ ചോറ് വെക്കാൻ വൈകിയതുകൊണ്ടാ. ഓ, ശരി ശരി. ആ, എങ്കിൽ കേറിയിരിക്കൂ. ആ, താങ്ക് യു സർ. ഇനിയും കള്ളം പറയൂ. ആ. കുട്ടികളെ, ഇനി നമുക്ക് ആഹാരത്തെക്കുറിച്ച്, അവ നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമുക്ക് പഠിക്കാം. ശരി സർ. സർ. ഓക്കേ. നമ്മുടെ ആഹാര രീതിയിൽ നമ്മൾ മിതത്വം പാലിക്കണം. ബേക്കറി സാധനങ്ങളും സ്വീറ്റ്സുകളും കഴിക്കുന്നത് ഒഴിവാക്കണം. കേട്ടോ? കളറുകൾ ചേർത്ത ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വിളിച്ചു വരുത്തും. നമ്മൾ കഴിവതും വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം. കാരണം അതിൽ മായമുണ്ടാകില്ല. എടാ, ഈ സാർ കപിൽ എന്തൊക്കെയാ ഈ കേട്ടില്ലേ? പറയുന്നത്? ഒന്ന് പോ. ആ, നിങ്ങൾ ആരും കഴിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പറഞ്ഞതേ ഉള്ളൂ. ആ മക്കളെ, ഇനി ഉച്ചഭക്ഷണം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങാം. എല്ലാവരും ഭക്ഷണം കൊണ്ടുവന്നിട്ടില്ലേ? ആ, ഉണ്ട്, ആ, ഉണ്ട്. ഉണ്ട് സാർ, ഉണ്ട്. ശരി, എങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കേ. ഉം. ഞാനും ഭക്ഷണം കഴിച്ചിട്ട് വരാം. സാറിന്റെ ഒരു വല്ലാത്ത ക്ലാസ് ആയി പോയി. കപിൽ, നീ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടോ? പിന്നില്ലാതെ ഇന്ന് എനിക്ക് എന്താണെന്ന് അറിയാവോ? ബർഗർ, നല്ല ഒന്നന്തരം ബർഗർ. കപിലെ, സാറ് പറഞ്ഞത് കേട്ടില്ലേ? അതൊന്നും കഴിക്കാൻ പാടില്ലാത്തതാ. ഒന്ന് പോ മോട്ടു, ഇതൊക്കെ ഞാനല്ലേ കഴിക്കുന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറി മാറി. എന്താ പറഞ്ഞത്? ഏയ്, ഒന്നുമില്ല. ആഹാരം കഴിക്കാനേ നമുക്ക് ആ അത്തിമരത്തണലിൽ ശരി. പോയിരിക്കാന്ന് എന്നാ നടക്ക്. പറയായിരുന്നു. നമുക്ക് ആ അത്തിമരത്തിന്റെ ചോട്ടി പോകാം. വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. നല്ല തണല്. ഇവിടെ ഇരിക്കാമല്ലേ? ആ, വിശന്നിട്ട് വയ്യ. കപിലിനെ കണ്ടില്ലല്ലോ. വരുമായിരിക്കും. കണ്ടോ? കണ്ട. നല്ല ഒന്നന്തരം ബർഗർ. കൊതിച്ചോ. കണ്ടോ? എന്തൊരു ഭംഗിയാ കാണുമ്പോൾ, ഇത്ര ഭംഗി. അപ്പൊ കഴിക്കുമ്പോഴോ? നിനക്ക് നല്ല ചോറുണ്ടോ? ഇതാണോ ബർഗർ? യെസ്, ഇതാണ് ബർഗർ. എന്താ കൊതിയാകുന്നുണ്ടോ? എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചോറും കറിയാ ഇഷ്ടം. ദേ, വേണമെങ്കിൽ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോ. വേണ്ട, മാഷ് ഇപ്പൊ തന്നെ പഠിപ്പിച്ചല്ലേ ഉള്ളൂ ബേക്കറി പലഹാരങ്ങൾ കഴിക്കരുതെന്ന്. ഓ, എന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും വന്നില്ലല്ലോ. എന്നാലും ഇതൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ആർക്കറിയാം? അത് ശരിയാ. എന്റെ അമ്മ ആഹാരം ഉണ്ടാക്കുമ്പോ ഞാനും കൂടും. അതുകൊണ്ട് അത് നല്ലതാണെന്ന് എനിക്ക് ഉറപ്പാ. എന്നാ നിങ്ങളെ ഈ പന്ന ചോറും തിന്നിരുന്നോ? ഞാൻ ഇത് കഴിക്കുന്നുണ്ട്. കൊതിച്ചോ? ആയിക്കോട്ടെ. അങ്ങനെ പറയരുത് കപിൽ. നമ്മുടെ കാട്ടിലെ കൃഷിയും ആഹാരവും ഒക്കെ അരിയും ചോറുമാ. അന്യനാട്ടുകാർ സമയം കിട്ടാതെ വരുമ്പോൾ പെട്ടെന്ന് കഴിക്കാൻ ഉണ്ടാക്കുന്നതാ ഈ ബർഗറും മറ്റുമൊക്കെ. അവരിതൊക്കെ ഒന്ന് രണ്ടെണ്ണമേ കഴിക്കുള്ളൂ. ഓ, ഒരു ചോറ് തീറ്റക്കാര് വന്നിരിക്കുന്നു. തിന്നോ. എന്നിട്ട് ഞാൻ തിന്നുന്നത് നോക്കി വെള്ളം ഇറക്കിയിരുന്നു. കണ്ണാക്കാതെ. ഇതൊക്കെ തിന്നിട്ട് വയറ് കേടാക്കേണ്ട വല്ല കാര്യമുണ്ടോ? കൊതിച്ചോ? നമുക്ക് ചോറുണ്ണ. നിങ്ങൾ അത് നോക്കിയിരിക്കണ്ട. എന്നാലും ഈ കപിലിന്റെ അഹങ്കാരം കണ്ടില്ലേ? ഇന്നത്തെ ഉച്ചക്ക് ഞാൻ എന്ത് കഴിക്കും?
നമ്മളെന്തിനാ ഇരുത്തട്ടെ. നോക്കിയിരിക്കുന്ന നമുക്ക് കഴിക്കാം. ചോറണം ഈ കറി നീ കൂട്ടടി നല്ല രസാ കഴിച്ചു കഴിച്ചു അല്ല ഈ യൂത്ത് ഫെസ്റ്റിവലില് നീ ഏതൊക്കെ ഐറ്റംസ് എല്ലാം പങ്കെടുക്കുന്നേ? ഞാൻ നാടൻ പാട്ടിനും പിന്നെ മോണാക്ടിനും ഉള്ളു. ഓഹോ. നിങ്ങൾ ഏതിലൊക്കെയാ പങ്കെടുക്കുന്നേ? ഞാൻ നാടോടി നൃത്തത്തിനും പിന്നെ പ്രത്യന്വേഷത്തിനും. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? കഴിച്ചു കഴിച്ചു, സാർ. സാർ. കഴിച്ചു. എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ശരി. ഇരിക്കൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഭക്ഷണക്രമം, അതിനെ പറ്റിയല്ലേ? അതെ 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 അതെ, സാർ. അതെ. നമ്മൾ ഭക്ഷണം വലിച്ചു വാരി കഴിക്കരുത്. മാത്രമല്ല കൈയും മുഖവും നല്ലപോലെ വൃത്തിയായി കഴുകിയതിനു ശേഷം മാത്രമേ കഴിക്കാവൂ. കേട്ടോ? ഭക്ഷണം ദഹിക്കണമെങ്കിൽ ചവച്ചരച്ച് കഴിക്കണം. അല്ലെങ്കിൽ അത് വയറിന് പ്രശ്നങ്ങളുണ്ടാക്കും. എന്താ? കപിൽ, എന്താ കവിത? വല്ലാത്ത വയറുവേദന. എന്തി? വയറുവേദന എടുത്തിട്ട് വയ്യേ. സാറേ എന്താ എന്താ പറ്റിയത്? എന്തിനാ കരയുന്നേ? അത് പിന്നെ സാർ, കാര്യം പറയൂ. ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. ശരി, എങ്കിൽ സാറേ, പറയൂ. ഇവൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ചോറല്ല സർ, പിന്നെ ബർഗറാ. ബർഗറോ? അതെ സാർ, ഇവന് വീട്ടിൽ നിന്ന് നൽകിയ ചോറ് ഇവൻ വഴിക്ക് കളഞ്ഞു. എന്നിട്ട് കടയിൽ പോയി ബർഗർ വാങ്ങി, അതാ കഴിച്ചത്. മക്കളെ, നമ്മളിപ്പോ ഭക്ഷണരീതിയെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അത് പിന്നെ സാറേ, മോനെ, കാണാൻ ഭംഗിയുള്ള ആഹാരങ്ങൾ വലിച്ചു വാരി തിന്നാൽ ശരീരത്തിന് അസുഖമുണ്ടാക്കി വെക്കുകയല്ലേ ഉള്ളൂ. ഞങ്ങള് പറഞ്ഞു കൊടുത്തതാ സാറേ. സാരമില്ല, സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. മോനെ, മറ്റുള്ളവർ പറയുന്നത് നമ്മൾ അനുസരിക്കണം. നമ്മളെക്കാൾ ചെറിയവരായാലും ശരി, വലിയവരായാലും ശരി. മനസ്സിലായോ? മനസ്സിലായി സാർ. മോൻ പേടിക്കേണ്ട. നമുക്ക് ആശുപത്രിയിൽ പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഇരിക്കെ. സാർ, എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ എന്റെ അമ്മയോടും നിങ്ങളോടും ചെയ്തതിനുള്ള ശിക്ഷയാണിത്. മതിയാക്കി, എല്ലാം മതിയാക്കി. ഇനി ഞാൻ നിങ്ങളെ പോലെ സാധാരണക്കാരനായി നല്ല കുട്ടിയായി ജീവിക്കും. മിടുക്കൻ. ഓരോ കഥകളും നമ്മുടെ വഴികാട്ടികളാണെങ്കിൽ നമ്മൾ എന്നും നന്മയുടെ പാതകളിലായിരിക്കും. നന്മയുടെ പാതകളിൽ കഥകൾ മാത്രമല്ല, കലയും ഉണ്ടെന്നത് നമുക്കിനി മനസ്സിലാകും. കാണാം ചെറുപുഷ്പ മിഷൻ ലീഗ് സംസ്ഥാന കലോത്സവം. എഴുതിക്കും കീർത്തി കേട്ട് വിളകണ്ണി പള്ളി തന്നിൽ ഇമ്പമോടെ വണരുളും അമ്മ മാതാവേ തകതിമൃതേ. എഴുതിക്കും കീർത്തി കേട്ട വിളകണ്ണി പള്ളി തന്നിൽ ഇമ്പമോടെ വാണരുളും അമ്മ മാതാവേ തകതിമൃതേ. എഴുതിക്കും കീർത്തി കേട്ട് വിളകണ്ണി പള്ളി തന്നിൽ ഇമ്പമോടെ വണരുളും അമ്മ മാതാവേ തകതിമൃതേ. എഴുതിക്കും കീർത്തി കേട്ട വിളകണ്ണി പള്ളി തന്നിൽ ഇമ്പമോടെ വാണരുളും അമ്മ മാതാവേ തകതിമൃതേ. നിന്നാമം സ്തുതിപ്പാനും നിന്നാമം വർണ്ണിപ്പാനും നിൻ തുണ നൽകിയിടേണേ അമ്മ മാതാവേ തകതിമൃതേ. നിന്നാമം സ്തുതിപ്പാനും നിന്നാമം വർണ്ണിപ്പാനും നിൻ തുണ നൽകിയിടേണേ അമ്മ മാതാവേ തകതിമൃതേ. എടിശിഷ്യ ബാലർ ഞങ്ങൾ പരിചയിൽ മുട്ടിയിടുമ്പോൾ നിൻ തുണ നൽകിയിടേണേ അമ്മ മാതാവേ തകതിമൃതേ. എട്ടു ശിഷ്യർ ബാലർ ഞങ്ങൾ പരിചയിൽ മുട്ടിയിടുമ്പോൾ നിൻ തുണ നൽകിയിടേണേ അമ്മ മാതാവേ തകതിമൃതേ.
എടുനാളും കീർത്തി കേട്ട മലയാറ്റൂർ താലപ്പള്ളി മമ്മൂടെ വണരുളും മാർത്തോമ പള്ളി തകതി മൃതേ എട്ടുനാളും കീർത്തി കേട്ട മലയാറ്റൂർ താലപ്പള്ളി മമ്മൂടെ വണരുളും മാർത്തോമ പള്ളി തകതമൃതേ എടുനാളും കീർത്തി കേട്ട മലയാറ്റൂർ താലപ്പള്ളി മമ്മൂടെ വണരുളും മാർത്തോമ പള്ളി തകതി മൃതേ എട്ടുനാളും കീർത്തി കേട്ട മലയാറ്റൂർ താലപ്പള്ളി മമ്മൂടെ വണരുളും മാർത്തോമ പള്ളി തകതമൃതേ തകതാമം സ്തുതിപ്പാനും തകനാമം വർണ്ണിപ്പാനും തകരുണ്യം തന്നിലാണ്ട് മാർത്തോമ പള്ളി തകതി മൃതേ തകനാമം സ്തുതിപ്പാനും തകനാമം വർണ്ണിപ്പാനും കാരുണ്യം തന്നിലാണൻ മാർത്തോമ പള്ളി തകതമൃതേ മുനി വെച്ച കുരിശും കൊള്ളാം പിനി വെച്ച പള്ളിയും കൊള്ളാം മലയാറ്റൂർ പള്ളിയുടെ ഇരിപ്പും കൊള്ളാം തകതി മൃതേ മുനി വെച്ച കുരിശും കൊള്ളാം പിനി വെച്ച പള്ളിയും കൊള്ളാം മലയാറ്റൂർ പള്ളിയുടെ ഇരിപ്പും കൊള്ളാം തകതമൃതേ മാറാനാരും പേട്ട മലയാറ്റൂരും തകതി മൃതേ പൊൻകതിർ ചൂടും മലമുകളും തകതി മൃതേ നായാടന്മാരാവർ വേടന്മാരും തകതമൃതേ നായാടി ചെന്നപ്പോ കണ്ട കുരിശും തകതമൃതേ വേഗത്തിൽ പട്ടിട്ട് മൂടിക്കൊണ്ടും തകതി മൃതേ വേഗമാറിയിച്ചു യോഗക്കാരും തകതി മൃതേ യോഗമാറുപത്തിയാറും കൂട്ടി തകതമൃതേ എതിയച്ചു വരപ്പുഴയ്ക്ക് തകതമൃതേ യോഗമാറുപത്തിയാറും കൂട്ടി തകതി മൃതേ എഴുതിയച്ചു വരപ്പുഴയ്ക്കും തകതി മൃതേ ഇത്താതിന്ത തരികിടതിന്ത തെയ്യക്ക നിന്തകത്തെ ആ പച്ച കുതിരയെ മൊത്തത്തിൽ ചമയിച്ച് കുതിര പൂരം കെറി വർഗീസ് പോയല്ല ആ പച്ച കുതിരയെ മൊത്തത്തിൽ ചമയിച്ച് കുതിരപ്പൂരം കെറി വർഗീസ് പോയല്ലോ കണ്ടു നിന്ന ദേവത്തെ രാജരാജ കന്യകെ ധീരകുമാരനായി വർഗീസ് പോയല്ല കണ്ടു നിന്ന ദേവതേ രാജരാജ കന്യകെ ധീരകുമാരനായി വർഗീസ് പോയല്ലോ ഇത്താതിന്ത തരികിടതിന്ത തെയ്യക്ക നിന്തകത്തെ എട്ടു ദേശം കാത്തിടുന്ന ധീരനായ യോധാവേ വാഴ്ത്തിടുന്ന പുണ്യവാന ഗീവർഗീതകം എട്ടു ദേശം കാത്തിടുന്ന ധീരനായ യോധാവേ വാഴ്ത്തിടുന്നു ധീരനെ ഗീവർഗീസേ ദേശത്തിന്റെ രക്ഷകനാം ദൈവത്തിന്റെ ദൂതനെ വാഴ്ത്തിടുന്ന പുണ്യവാന ഗീവർഗീതകം ദേശത്തിന്റെ രക്ഷകനാം ദൈവത്തിന്റെ ദൂതനെ വാഴ്ത്തിടുന്നു പുണ്യവാന ഗീവർഗീസേ അന്നൊരു നാൾ ദേശത്തെ സാത്താന്റെ സൃഷ്ടിയെ പായും കുതിരമേൽ പാഞ്ഞു പിടിച്ചു ദിത്തകം അന്നൊരു നാൾ ദേശത്തെ സാത്താന്റെ സൃഷ്ടിയെ പായും കുതിരമേൽ പാഞ്ഞു പിടിച്ചു സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനു കാഴ്ചയേകി സർപ്പത്തിന്റെ കൽപ്പന പാലിച്ചൊരു രാജാവ് തന്നെ മകളെ തന്നെ സർപ്പത്തിനു കാഴ്ചയേകി താതിന്ത തരികിടതിന്ത തേക്ക നിന്തകത്തെ തെക്കു കിഴക്കു നല്ല മലഞ്ചൂരല് കാട്ടില് തിമൃതേ മലഞ്ചൂരല് വെട്ടി നല്ല മഞ്ഞ വിതച്ചു തിമൃതേ മഞ്ഞ വിതച്ചു നല്ല വേലതു കെട്ടി തിമൃതേ വേലിക്കകത്തു നല്ല പാമ്പിൻ കൂടാരം തിമൃതേ തെക്കു കിഴക്കു നല്ല മലഞ്ചൂരല് കാട്ടില് തിമൃതേ മലഞ്ചൂരല് വെട്ടി നല്ല മഞ്ഞൾ വിതച്ചു തിമൃതേ മഞ്ഞ വിതച്ചു നല്ല വേലതു കെട്ടി തിമൃതേ വേലിക്കകത്തു നല്ല പാമ്പിൻ കൂടാരം അങ്ങനെ തെക്കു കിഴക്കു നല്ല മലഞ്ചൂരല് കാട്ടില് തിമൃതേ ദിത്താതിന്ത തരികിടതിന്ത തേക്ക നിന്തകത്തെ മാർത്തോമ മലങ്കര മലയിന്മേൽ കാര തേടി മനസ്സോടാരംഭ മലയിൽ ചെന്നു തോമ മനസ്സോടാരംഭ മലയിൽ ചെന്നു മാർത്തോമ മലങ്കര മലയിന്മേൽ കാര തേടി മനസ്സോടാരംഭ മലയിൽ ചെന്നു തോമ മനസ്സോടാരംഭ മലയിൽ ചെന്നു കണ്ടുവേടൻ കണ്ടെടുത്തിട്ട് അറിയാതെ പോയ തോമ പള്ളി വെക്കാൻ നമുക്കൊരു സ്ഥലം തരണം തോമ പള്ളി വെക്കാൻ നമുക്കൊരു സ്ഥലം തരണം കണ്ടുവേടൻ കണ്ടെടുത്തിട്ട് അറിയാതെ പോയ തോമ പള്ളി വെക്കാൻ നമുക്കൊരു സ്ഥലം തരണം തോമ പള്ളി വെക്കാൻ നമുക്കൊരു സ്ഥലം തരണം അങ്ങനെ വാഴ്ത്തിടുന്നേ 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 ഞാനൻ രക്ഷകനാം യേശുവിനെ വാഴ്ത്തിടുന്നേ ഞാൻ അങ്ങനെ വാഴ്ത്തിടുന്നേ 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 ഞാനൻ രക്ഷകനാം യേശുവിനെ വാഴ്ത്തിടുന്നേ ഞാൻ ലൊങ്കിട്ട ഞങ്ങൾ കളിയാടി തകതിമി ആടിയും പാടി വാളെടുത്തും കൊണ്ട് ഞങ്ങൾ കളിയാടി തകതിമി ലൊങ്കിട്ട ഞങ്ങൾ കളിയാടി തകതിമി ആടിയും പാടിയും വാളെടുത്തും കൊണ്ട് ഞങ്ങൾ കളിയാടി തകതിമി കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയവനെ നിന്റെ പാത രണ്ടും കുമ്പിട്ടിപ്പോൾ വാഴ്ത്തിടുന്നേ ഞാൻ കുരിശെടുത്ത് മലമുകളിൽ നടന്നു പോയവനെ നിന്റെ പാദം രണ്ടും കുമ്പിടുമ്പോൾ വാഴ്ത്തിടുന്നേ ഞാൻ അങ്ങനെ വാഴ്ത്തിടുന്നേ 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 ഞാൻ രക്ഷകനാം യേശുവിനെ വാഴ്ത്തിടുന്നേ ഞാൻ അങ്ങനെ വാഴ്ത്തിടുന്നേ 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 ഞാൻ രക്ഷകനാം യേശുവിനെ വാഴ്ത്തിടുന്നേ ഞാൻ
താതിന്ത തരികിട തിന്ത തേക്കൻ തിന്തകത്തെ. ഇന്നത്തെ ദൃശ്യവിരുന്ന് ഇവിടെ പൂർണ്ണം. ജീസസ് കിഡ്സിലേക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിക്കുന്നു. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. നല്ലൊരു പഠനകാലം ആശംസിച്ചുകൊണ്ട്, നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ടാറ്റ ബൈ ബൈ.